Hello, dear students. Let us today discuss fundamental rights in the Constitution of India. The Constitution proclaims objectives of Indian Republic through the ideas like justice, freedom, equality, and fraternity that are highlighted in the preamble. The Constitution has ensured that these are the fundamental rights of an Indian citizen. Actually, fundamental rights എന്ന് പറഞ്ഞാൽ എന്താണ്? Let us define it. Fundamental rights are the rights granted by the Constitution as special protection to the citizens of the country. Governments are bound to ensure that fundamental rights are not denied to its citizens. ഭരണഘടന പൗരൻ്റെ അവകാശ സംരക്ഷണത്തിനായിട്ട് ഉറപ്പു തരുന്ന അവകാശങ്ങളാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. മൗലിക അവകാശങ്ങളുടെ സംരക്ഷണം ഓരോ ഗവൺമെൻറ്റിൻ്റെയും കർത്തവ്യവുമാണ്. Now let us see which are the fundamental rights. The major fundamental rights ensured by Indian Constitution are right to freedom, right against exploitation, right to freedom of religion, cultural and educational rights, rights to equality, right to constitutional remedies. Right to equality states that all the citizens are equal in front of law, irrespective of religion, caste, creed, sex or place of birth. നിയമത്തിന് മുൻപിൽ ഇന്ത്യൻ പൗരന്മാരെല്ലാവരും തന്നെ തുല്യരാണ് എന്ന് ഉദ്ഘോഷിക്കുന്ന ഒരു റൈറ്റാണ് റൈറ്റ് ടു ഇക്വാലിറ്റി. നിയമത്തിന് മുൻപിൽ മതം, ജാതി, വംശം, ലിംഗം, ജന്മസ്ഥലം എന്നിവ കൊണ്ടുള്ള വേർതിരിവുകൾ ഉണ്ടാവരുത് എന്നാണ് ഈ റൈറ്റ് ടു ഇക്വാലിറ്റി പറയുന്നത്. All people in the country have equal rights to travel on public roads, to enter public places and to use public ponds and wells. പൊതു ഇടങ്ങൾ എല്ലാ പൗരന്മാർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് എന്നാണ് റൈറ്റ് ടു ഇക്വാലിറ്റി പറയുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലും അതുപോലെ ഇപ്പോൾ ഉത്തരേന്ത്യയിലെയും മറ്റും കുഗ്രാമങ്ങളിലൊക്കെ ഇപ്പോഴും ഈ പൊതു കിണറിൽ നിന്ന് വെള്ളം കോരുന്നത് കീഴ്ജാതിക്കാർക്ക് നിഷിദ്ധമായിട്ടുള്ള സ്ഥലങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഇത്തരം ഐത്താചാരണമെല്ലാം തന്നെ ഈ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ നിഷേധമാണ്. നെക്സ്റ്റ് ഈസ് ദ റൈറ്റ് ടു ഫ്രീഡം. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഗ്യാരണ്ടീസ് ഫോളോയിങ് റൈറ്റ്സ് ടു എവ്രി സിറ്റിസൺസ് ഓഫ് ഇന്ത്യ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് റൈറ്റ് ടു ഫ്രീഡം. നമുക്ക് നോക്കാം ഏതൊക്കെ സ്വാതന്ത്ര്യങ്ങൾക്കാണ് ഇന്ത്യൻ പൗരന് അവകാശമുള്ളത് എന്ന്. ഫസ്റ്റ് വൺ ഇസ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. സ്വയം ആവിഷ്കരിക്കാനും തൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുമുള്ള അവകാശമാണ് ഇത്. നെക്സ്റ്റ് ഇസ് റൈറ്റ് ടു അസംബിൾ പീസ്ഫുള്ളി ആൻഡ് വിത്തൗട്ട് ആംസ്. ആയുധങ്ങളില്ലാതെ സമാധാനപൂർണമായിട്ടുള്ള യോഗം ചേരൽ അവകാശമായി കണ്ടുകൊണ്ടുള്ള ഒരു റൈറ്റാണ് ഇത്. നെക്സ്റ്റ് ഇസ് റൈറ്റ് ടു ഫോം അസോസിയേഷൻസ് ഓർ യൂണിയൻ. തങ്ങളുടെ ആവശ്യങ്ങൾ നിവൃത്തിയാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അസോസിയേഷൻസോ യൂണിയൻസോ ഉണ്ടാക്കാനുള്ള അവകാശമാണ് ഇത്. നെക്സ്റ്റ് ഇസ് റൈറ്റ് ടു മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. യാതൊരു വിധത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ലാതെ ഇന്ത്യൻ ടെറിട്ടറിയിലൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശമാണ് ഈ ഒരു റൈറ്റ് നമുക്ക് എൻഷുർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ദ റൈറ്റ് ടു പ്രാക്ടീസ് എനി പ്രൊഫഷൻ. ഏത് തൊഴിലും സ്വീകരിച്ച് ജീവന ഉപാധി കണ്ടെത്താനുള്ള ഒരു അവകാശമാണിത്. ഈ ഒരു റൈറ്റ് പറയുന്ന സമയത്ത് ചില കണ്ടീഷൻസും കൂടെ ഉണ്ട്. അതായത് ജനഹിതത്തിനെതിരായിട്ടുള്ളതോ രാജ്യ താല്പര്യങ്ങൾക്കെതിരായിട്ടുള്ളതോ ആയിട്ടുള്ള ജോലി ഒരു സിറ്റിസൺ ചെയ്യാൻ പാടില്ല. അത് കുറ്റകരമാണ്. എന്നാൽ തങ്ങൾക്കിഷ്ടമുള്ള മറ്റേത് തൊഴിലും രാജ്യദ്രോഹപരമല്ലാത്ത ഏതു തൊഴിലും സ്വീകരിക്കാൻ ഉള്ള അവകാശമാണ് ഇത് ഉറപ്പു നൽകുന്നത്. ഇതിൻ്റെ ഒരു പ്രധാന റിലവൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന ജാതി സമ്പ്രദായം അനുസരിച്ച് ഒരു ജാതിയിൽപ്പെടുന്ന വ്യക്തി ഇന്ന ജോലി മാത്രമേ ചെയ്യാവൂ എന്നുള്ളൊരു നിഷ്കർഷ പണ്ടത്തെ സമൂഹത്തിലുണ്ടായിരുന്നു. അപ്പം ഒരു കീഴാളൻ്റെ മകൻ
മേലാളൻ ചെയ്യുന്ന ജോലികൾ ചെയ്യുന്നതിൽ നിന്നും അത് അവരെ വിലക്കിയിരുന്നു. ഇത്തരമൊരു സംഭവത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, ഇത്തരമൊരു പ്രവണതയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരമൊരു ഫ്രീഡം കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഉറപ്പു തരുന്നത്. നെക്സ്റ്റ് ഇസ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ചൂഷണത്തിന് എതിരായിട്ടുള്ള അവകാശം. ദിസ് റൈറ്റ് പ്രൊട്ടക്ട്സ് ദ വീക്കർ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി ഫ്രം ദ ത്രെറ്റ്സ് ഓഫ് റിച്ച് ആൻഡ് പവർഫുൾ ഇൻഡിവിജ്വൽസ്. ഫോർ എക്സാമ്പിൾ, ടു കമ്പൽ someone to work, to employ children below the age of 14 in mines and industries, to engage in other dangerous workplaces, and for labor in hotels are forbidden. ദുർബലരായവരെ ചൂഷണം ചെയ്യുന്നതിൽ നിന്നും ശക്തരായിട്ടുള്ള അല്ലെങ്കിൽ മേൽക്കോയ്മയുള്ള വിഭാഗത്തിനെ തടയുന്ന തരത്തിലുള്ള ഒരു റൈറ്റാണിത്, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ഓക്കെ, നെക്സ്റ്റ് ഇസ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. ദിസ് ഈസ് എ റൈറ്റ് ദാറ്റ് എൻഷ്യൂർ സെക്യുലറിസം. മതനിരപേക്ഷത കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റൈറ്റാണിത്. അതായത് തങ്ങൾക്കിഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും അവ പഠിക്കാനും പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനുമൊക്കെയുള്ള ഒരു പൗരൻ്റെ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന് പറയുന്ന റൈറ്റ് ഉള്ളത്. ഇത് നിർബന്ധിതമായിട്ടുള്ള മതപരിവർത്തനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ മതനിഷേധങ്ങളിൽ നിന്നുമൊക്കെ പൗരനെ വിലക്കുന്നു. ഓക്കെ, ദ നേഷൻ ഡസ് നോട്ട് ഗിവ് സ്പെഷ്യൽ കൺസിഡറേഷൻ ടു എനി പെർട്ടിക്കുലർ റിലീജിയൻ. ഇതാണ് ഈ ഒരു ഫ്രീഡം ഉയർത്തിപ്പിടിക്കുന്നത്. നമ്മുടെ രാഷ്ട്രത്തിന് ഒരു ദേശീയ മതം ഇല്ല. നെക്സ്റ്റ് ഇസ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഗിവ്സ് എ റൈറ്റ് ടു ഓൾ സെക്ഷൻസ് ഓഫ് ദ പീപ്പിൾ ടു പ്രൊട്ടക്റ്റ് ദ ലാംഗ്വേജ്, സ്ക്രിപ്റ്റ് ഓർ കൾച്ചർ ദാറ്റ് ഇസ് പെക്യൂലിയർ ടു ദെംസെൽസ്. തനതായിട്ടുള്ള സംസ്കാരവും ഭാഷയും ലിപിയുമെല്ലാം സംരക്ഷിക്കാനും അവ പഠിക്കാനും പഠിപ്പിക്കാനുമൊക്കെയുള്ള ഒരു റൈറ്റാണ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. ദ റൈറ്റ് ഗ്യാരണ്ടീസ് compulsory and free education for children between the age of 6 to 14. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തേണ്ടത് ഗവൺമെൻറ്റിൻ്റെയും രക്ഷിതാക്കളുടെയും കർത്തവ്യമാണ്, അല്ലെങ്കിൽ നിർബന്ധമായിട്ടും അവരത് ചെയ്തിരിക്കണം എന്ന് നിഷ്കർഷിക്കുന്ന ഒരു റൈറ്റാണ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതുമായിട്ടുള്ള ഒരു റൈറ്റാണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഈ റൈറ്റിനെയാണ് ഡോക്ടർ BR അംബേദ്കർ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിച്ചത്. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു അവകാശം നിലനിൽക്കുന്നില്ലെങ്കിൽ ബാക്കിയുള്ള 5 അവകാശങ്ങളും ഫണ്ടമെൻ്റൽ റൈറ്റ്സും നിരർത്ഥകമാണ്. അതുകൊണ്ട് യാതൊരു മീനിങ്ങും ഇല്ലാത്ത ഒന്നായി മാറും. ആർട്ടിക്കിൾ 32 ആണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഉറപ്പു തരുന്നത്. ദിസ് ഈസ് ദ റൈറ്റ് ദാറ്റ് എൻഷ്യൂർസ് ദ സിറ്റിസൺ എ ഫണ്ടമെൻ്റൽ റൈറ്റ് വെൻ ഹീ ഈസ് ഡിനൈഡ് ദ സെയിം. തങ്ങളുടെ ഏതെങ്കിലും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള റൈറ്റ് നിഷേധിക്കപ്പെടുകയാണെങ്കിൽ അതിനെതിരെ കോടതിയെ സമീപിക്കാൻ, നിയമത്തെ സമീപിക്കാൻ കഴിവ് നൽകുന്ന ഒരു റൈറ്റാണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. He or she can seek the help of court in ensuring these rights. The Supreme Court and the High Courts have the right to intervene in such petitions and pass judgments. ആർട്ടിക്കിൾ 32 പ്രകാരം ഏതൊരു ഇൻഡിവിജ്വലിനും തങ്ങളുടെ മൗലിക അവകാശങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഹൈക്കോർട്ടുകളെയോ സുപ്രീം കോർട്ടുകളെയോ സമീപിക്കാമെന്ന് നമ്മൾ പറഞ്ഞു. ഹൈക്കോർട്ടിനും സുപ്രീം കോർട്ടിനും ഇത് സ്ഥാപിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ചില പ്രത്യേക അധികാരങ്ങൾ നമ്മുടെ നിയമം അല്ലെങ്കിൽ ഭരണഘടന ഉറപ്പുവരുത്തുന്നുണ്ട്. അത്തരം അധികാരങ്ങളെയാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് റിട്ട്. അണ്ടർ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, Supreme Court and High Court are empowered to issue writs for the enforcement of fundamental right. According to Article 32, it can be issued by Supreme Court, and according to Article 226, it can be issued by
High Court. Now let us define writ. Writ is a formal order in writing issued under seal in the name of a sovereign government, court or other authority, commanding an officer or other person to whom it is issued to do or refrain from doing some act specified therein. ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു ഡെഫിനിഷനാണ്, പക്ഷേ ഓരോ കോമയുടെ അവിടെയും ബാർസ് ഇട്ടിട്ട് നമുക്കത് പഠിക്കാം. ഇറ്റ് ഈസ് എ ഫോർമൽ ഓർഡർ ഇൻ റൈറ്റിംഗ് ഇഷ്യൂഡ് അണ്ടർ സീൽ. ഒരു പ്രത്യേക സീൽ പ്രകാരം അല്ലെങ്കിൽ ഒരു പ്രത്യേക ഔദ്യോഗിക നാമത്തിൽ ഇറക്കപ്പെടുന്ന ഒരു ഫോർമലായിട്ടുള്ള ഉത്തരവ്, അതാണ് റിട്ട്. ഒരു പരമാധികാര ഗവൺമെൻറ്റിൻ്റെ പേരിലോ കോടതിയിലെ പേരിലോ മറ്റേതെങ്കിലും അതോറിറ്റിയുടെ പേരിലോ ആണ് ഇത് ഇഷ്യൂ ചെയ്യപ്പെടുന്നത്. ഇത് നിർദ്ദേശിക്കുന്നത് എന്തെന്നാൽ ഏതെങ്കിലും ഓഫീസറോടോ ഒരു പ്രത്യേക വ്യക്തിയോടോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിനോ ആവശ്യപ്പെടുന്ന ലീഗലായിട്ടുള്ള ഒരു ഓർഡറാണ് റിട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ലെറ്റ് us see the types of writs. First one is habeas corpus, mandamus, prohibition, certiorari and quo warranto. ഇതെല്ലാം തന്നെ ലാറ്റിൻ ടേംസ് ആണ്. നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. ഫസ്റ്റ് വൺ ഇസ് ഹേബിയസ് കോർപ്പസ്. അത് വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു റിട്ടാണ്. നമ്മൾ പല സിനിമകളിലും ഈ ഒരു വാക്ക് കേട്ടിട്ടുണ്ടാവും. ഹേബിയസ് കോർപ്പസ് മീൻസ് യു മേ ഹാവ് ദ ബോഡി. ശരീരം ഹാജരാക്കുക എന്നുള്ളതാണ് ഹേബിയസ് കോർപ്പസിൻ്റെ അർത്ഥം. അതായത് ഇഫ് എ പേഴ്സൺ വെൻ അറസ്റ്റഡ് ക്യാൻ മൂവ് ദ കോർട്ട് ഫോർ ദ ഇഷ്യൂ ഓഫ് ഹേബിയസ് കോർപ്പസ്. It is an order by a court to the detaining authority to produce the arrested person before it so that it may examine whether the person has been detained lawfully or otherwise. ഏതെങ്കിലും ഒരു വ്യക്തിയെ തടങ്കലിൽ വയ്ക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഹേബിയസ് കോർപ്പസ് മുഖാന്തരം കോടതിയെ സമീപിക്കാം. ഇത് നിയമപരമായിട്ടുള്ള ഒരു അറസ്റ്റാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണിത്. ഇനി അങ്ങനെ അല്ല എന്ന് ബോധ്യപ്പെടുന്ന പക്ഷം അദ്ദേഹത്തെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോടതിക്ക് ഓർഡർ ഇടാം. ഇപ്പോൾ ഏതെങ്കിലും വ്യക്തികളാണ് മറ്റൊരു വ്യക്തിയെ തടങ്കലിൽ പാർപ്പിച്ചിട്ടുള്ളതെങ്കിലും ആ വ്യക്തിയുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഒക്കെ തന്നെ ഈ ഒരു റിട്ട് മുഖാന്തരം കോടതിയെ സമീപിക്കാവുന്നതാണ്. ആർക്കൊക്കെയാണ് ഈ ഒരു റിട്ട് നൽകാൻ അവകാശമുള്ളത് എന്ന് നമുക്ക് നോക്കാം. സാധാരണഗതിയിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവകാശം നിഷേധിക്കപ്പെട്ട ആളാണ് റിട്ടുകൾക്ക് വേണ്ടി സമീപിക്കേണ്ടത്. പക്ഷേ ഈ ഒരു കേസിൽ അദ്ദേഹത്തിൻ്റെ ബിഹാഫിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് മറ്റേതെങ്കിലും ഒരു വ്യക്തിക്ക്, അതായത് ഒരു ഫ്രണ്ടിനോ റിലേറ്റീവിനോ ഒക്കെ ഈ ഒരു റിട്ടുമായിട്ട് കോടതിയെ സമീപിക്കാവുന്നതാണ്. നെക്സ്റ്റ് ഇസ് മാൻഡമസ്. Mandamus is a Latin word which means we command. Mandamus is an order from a Supreme Court to a lower court or tribunal or public authority to perform an act which fails within its duty. ഞങ്ങൾ നിങ്ങളോട് ഉത്തരവിടുന്നു അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നു എന്നുള്ളതൊക്കെയാണ് മാൻഡമസ് എന്ന വാക്കിൻ്റെ അർത്ഥം. അതായത് കീഴ്ക്കോടതികളിൽ നിലവിലിരിക്കുന്നതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനങ്ങളുടെ കൺസിഡറേഷനിലുള്ളതോ ആയിട്ടുള്ളൊരു കേസ് അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യം നല്ല രീതിയിലല്ല നടക്കുന്നത് എന്ന് കോടതിക്ക് ബോധ്യപ്പെടുന്ന പക്ഷം കോടതി ഇടുന്ന ഉത്തരവുകളാണ് മാൻഡമസ് എന്ന് പറയുന്നത്. അത് എന്താണ് ആ ഉത്തരവ് പറയുന്നത്? നിങ്ങളുടെ ഒഫീഷ്യൽ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടുള്ള ഈ ഒരു കൃത്യം നിർവഹിക്കുന്നതിൽ നിങ്ങൾ വീഴ്ച വരുത്തിയിരിക്കുന്നു, അതുടനെ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ഇതുടനെ തന്നെ മറ്റുള്ള അതോറിറ്റീസിനെ ഏൽപ്പിക്കണം എന്നുള്ള രീതിയിലുള്ള നിർദ്ദേശങ്ങളാണ് അല്ലെങ്കിൽ ഓർഡേഴ്സാണ് റിട്ട് ഓഫ് മാൻഡമസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് റിട്ട് ഓഫ് പ്രൊഹിബിഷൻ. റിട്ട് ഓഫ് പ്രൊഹിബിഷൻ മീൻസ് ടു ഫോർബിഡ് ഓർ ടു സ്റ്റോപ്പ് ആൻഡ് ഇറ്റ് ഈസ് പോപ്പുലർലി നോൺ ആസ് സ്റ്റേ ഓർഡർ. നമ്മൾ സ്റ്റേ ഓർഡർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും സ്ഥിരമായിട്ട്. അതായത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിൽ നിന്ന് വിട്ടു നിൽക്കുകയോ ആ ഒരു പ്രവൃത്തി നിർത്തുകയോ ചെയ്യണം എന്നുള്ള ഒരു ആവശ്യം അല്ലെങ്കിൽ ഓർഡറാണ് റിട്ട് ഓഫ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. ദിസ് റിട്ട് ഇസ് ഇഷ്യൂഡ് വെൻ എ ലോവർ കോർട്ട് ഓർ ബോഡി ട്രൈ ടു
transgress the limits or powers vested in it. തങ്ങളുടെ അധികാര പരിധിക്ക് അപ്പുറത്തേക്കുള്ള ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി തുനിയുന്ന ഏതെങ്കിലും ഒരു ഓഫീസറെയോ ഒരു കോടതിയെയോ അതിൽ നിന്നും വിട്ടു നിൽക്കാൻ അല്ലെങ്കിൽ അത് നിർത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇടുന്ന ഉത്തരവാണ് റിട്ട് ഓഫ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് റിട്ട് ഓഫ് സെർഷിയോററി. ലിറ്റററി certiorari means to be certified. The writ of certiorari is issued by the Supreme Court to some inferior court or tribunal to transfer the matter to it or to some other superior authority for proper consideration. ശരിയായ വിധത്തിൽ കാര്യങ്ങൾ നിർവഹിക്കപ്പെടുന്നില്ല എന്ന് ബോധ്യപ്പെടുന്ന പക്ഷം ഒരു വ്യക്തിക്ക് സെർഷിയോററി റിട്ടിന് വേണ്ടിയിട്ട് കോടതിയെ സമീപിക്കാവുന്നതാണ്. അപ്പം കോടതി ഒരു ഉത്തരവിടും. അതായത് നിങ്ങൾ അതുവരെ ചെയ്തിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും കോടതി നിർദ്ദേശിക്കുന്ന ഏതെങ്കിലും ഹയർ അതോറിറ്റിയെയോ അല്ലെങ്കിൽ സുപ്രീം കോടതിയെ തന്നെയോ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇടുന്ന ഉത്തരവാണ് സെർഷിയോററി. ഇപ്പം കേസ് അന്വേഷണമൊക്കെ ശരിയായിട്ടുള്ള രീതിയിലല്ല നടക്കുന്നതെങ്കിൽ അത് CBIക്ക് കൈമാറണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബന്ധുജനങ്ങളെല്ലാവരും കോടതിയെ സമീപിക്കാറുണ്ടല്ലോ. അപ്പോൾ അതുതന്നെയാണിത്. നെക്സ്റ്റ് ഇസ് ദ റിട്ട് ഓഫ് ക്വോ വാറന്റോ. ദ വേർഡ് ക്വോ വാറന്റോ literally means on what authority one is holding the public office. It is a writ issued with a view to restraining a person from acting in a public office to which he is not entitled. തൻ്റെ അധികാരത്തിലില്ലാത്ത ഒരു പബ്ലിക് ഓഫീസിൽ ചെന്നിട്ട് അവിടുത്തെ അധികാരം കൈയാളുന്ന ഒരു വ്യക്തിക്കെതിരെ കൊടുക്കുന്ന ഒരു റിറ്റാണ് റിറ്റ് ഓഫ് ക്വോ വാറന്റോ. അപ്പോൾ നിങ്ങളുടെ ജോലി ചെയ്യുന്നതിൽ നിന്നും നിങ്ങൾ വിട്ടു നിൽക്കണം എന്നാവശ്യപ്പെടുന്നൊരു റിട്ടാണ് റിട്ട് ഓഫ് ക്വോ വാറന്റോ. കാരണം ആ ഒരു ജോലി ചെയ്യാൻ ഇദ്ദേഹത്തിന് അവകാശമില്ല ആക്ച്വലി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ജോലിയിൽ നിന്നും വിട്ടു നിൽക്കണം എന്നാവശ്യപ്പെടുന്ന റിട്ടാണിത്. ഫോർ എക്സാമ്പിൾ, ഒരു 62കാരൻ 60 വയസ്സ് റിട്ടയർമെൻറ്റ് ഏജ് ആണെന്നിരിക്കെ അപ്പോയിൻ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അദ്ദേഹം അതിന് യോഗ്യനല്ല. അത്തരം സാഹചര്യങ്ങളിലൊക്കെ ക്വോ വാറന്റോ എന്നുള്ള ഒരു ഇതിന് സമീപിക്കാവുന്നതാണ്. സോ ദീസ് ആർ ദ റിട്സ് കമ്മിങ് അണ്ടർ ദ 6th ഫണ്ടമെൻ്റൽ റൈറ്റ്. Therefore, let us conclude the fundamental rights are those rights that are guaranteed to each and every citizen by the Indian Constitution. If any of these rights are violated, the individual can approach the High Court or Supreme Court directly. So hereby we are concluding our class. Thank you for watching.